ഈ നിമിഷത്തിലെ ഏറ്റവും ട്രെൻഡിംഗ് ആയ ഒരു രാഷ്ട്രീയ വാർത്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഞായറാഴ്ചയാണ് അദ്ദേഹം അക്കാര്യം പ്രഖ്യാപിച്ചത്. ഒരു വലിയ ജനാവലിയുടെ നടുവിൽ ആം ആദ്മി പ്രവർത്തകരുടെ ഒരു യോഗത്തിൽ അദ്ദേഹം ഈ തീരുമാനം പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച, അതായത് നാളെ, അദ്ദേഹത്തിന്റെ രാജി സമർപ്പിക്കുമെന്ന് കെജ്രിവാളിന്റെയും സിസോദിയയുടെയും ഒക്കെ അഭാവത്തിൽ പാർട്ടിയെയും അതുപോലെ ഗവൺമെന്റിനെയും നയിച്ച അതിഷി സിംഗ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഇപ്പോഴത്തെ ഒരു ചോദ്യം കെജ്രിവാളിന്റെ പിൻഗാമി ആരായിരിക്കും എന്നാണ്. നമ്മൾ ഈ പറഞ്ഞ അതിഷി സിംഗ് ഇല്ലേ, അവരടക്കം 5 ആം ആദ്മി പാർട്ടി നേതാക്കളുടെ പേര് ഇപ്പോൾ തന്നെ പ്രചരിക്കുന്നുണ്ട്. നിരീക്ഷകർ പറയുന്നത് അതിൽ ഏറ്റവും സാധ്യത അതിഷിക്ക് തന്നെയാണെന്നാണ്. അതേസമയം കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളിന്റെ പേരും ചിലരൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ജയിച്ചു വന്നാൽ കെജ്രിവാളിന് വീണ്ടും മുഖ്യമന്ത്രിയാവണം. അപ്പൊ ഈ ജാർഖണ്ഡിലെ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെയുള്ള ഒരു അനുഭവം ഉണ്ടാവരുത്. ഹേമന്ത് സോറൻ അറസ്റ്റിലായി ജയിലായി പോയപ്പോൾ ചമ്പൈ സോറൻ എന്ന് പറഞ്ഞ ഒരു നേതാവിനെയാണ് മുഖ്യമന്ത്രിയാക്കിയത്. ഹേമന്ത് സോറൻ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ഇറങ്ങിക്കൊടുക്കാൻ വലിയ വിഷമമായിരുന്നു. പിന്നെ വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്തിയാണ് അദ്ദേഹത്തെ മാറ്റിയിട്ട് ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ സാധിച്ചത്. അത് മാത്രമല്ല, ഈ ചമ്പൈ സോറൻ അതിൽ പ്രതിഷേധിച്ച് ദേഷ്യപ്പെട്ട് BJP-യിൽ പോയി ചേരുകയും ചെയ്യും. അത്തരമൊരു സാഹചര്യം ഉണ്ടാവരുതെന്ന് സ്വാഭാവികമായും കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിയുടെ മറ്റു നേതാക്കൾക്കും ഉണ്ടാകും. അതുകൊണ്ട് ഒരുപക്ഷെ അതിഷിയിലേക്ക് ഈ പിൻഗാമിപ്പട്ടം വന്നു ചേർന്നാൽ വലിയ അത്ഭുതത്തിന് വഴിയില്ല. കെജ്രിവാളിന്റെ ഈ രാജിയെക്കുറിച്ച് ഒരു വലിയ രാഷ്ട്രീയ തന്ത്രം, അതുപോലെ ധാർമ്മികമായ ഒരു നിലപാട് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അങ്ങനെ അതിനെ വിശദീകരിക്കുന്ന ധാരാളം പേരുണ്ട്. ഒരു പരിധിവരെ അതൊരു ശരിയാണ് താനും. കെജ്രിവാളിന്റെ ഒരു തന്ത്രമായിട്ട് നമുക്ക് ഈ രാജിയെ കാണാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ പ്രായോഗിക രാഷ്ട്രീയമുണ്ടല്ലോ, അതിൻ്റെ ഭാഷയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു ഞാണിന്മേൽ കളിയാണ്. മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഒരു ഭാഗ്യ പരീക്ഷണവുമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, കെജ്രിവാളിന്റെ മുമ്പിൽ ഇതിനേക്കാൾ നല്ല മറ്റൊരു വഴിയില്ല. അതുകൊണ്ട് ഈ തീരുമാനം രാജിവെക്കാനുള്ള അദ്ദേഹത്തിന്റെ നിശ്ചയം ഒരു ലാഭക്കച്ചവടം കൂടിയാണ്. രാജി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ വികാരഭരിതമായിരുന്നു. പ്രവർത്തകരെ വലിയ തോതിൽ ആകർഷിക്കുന്ന ഒന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കോടതിയിൽ നിന്ന് നീതി ലഭിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് ജനങ്ങളുടെ കോടതിയിൽ നിന്ന് നീതി കിട്ടണം. അവരുടെ ഒരു അംഗീകാരം എനിക്ക് വേണം. ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ അനുകൂല വിധിയുടെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷം കിട്ടി വന്നാൽ മാത്രമേ ഞാൻ ഇനി ഡൽഹി മുഖ്യമന്ത്രിയുടെ കസേരയിലേക്കുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ആ കസേര എന്നെ വല്ലാതെ മോഹിപ്പിക്കുന്ന ഒന്നല്ല. എനിക്ക് വേണ്ടത് ജനങ്ങളുടെ അംഗീകാരം, അല്ലെങ്കിൽ തനിക്ക് അനുകൂലമായ ജനകീയ വിധിയാണ്. വളരെ ഉദാത്തമായ ഒരു സമീപനമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. കോടതി വിധി CBIക്കും അതുവഴി BJP സർക്കാരിനുമേറ്റ ഒരു വലിയ തിരിച്ചടിയായിരുന്നു. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സമയം, അതിൻ്റെ രീതി, അതൊക്കെ കോടതിയുടെ വിമർശനത്തിന് വിധേയമായി. ED കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തു പോകാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് CBI കേസിൽ അറസ്റ്റ് ചെയ്തത്. അതിനെയാണ് കോടതി വിമർശിച്ചത്. അതുപോലെ തന്നെ CBI ഒരിക്കലും കൂട്ടിലടച്ച തത്തയാവരുത് എന്ന് കോടതി ഓർമ്മിപ്പിച്ചു. ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് പ്രതിപക്ഷത്തിന് മുഴുവൻ. പക്ഷേ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങൾ, അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് നീതി ലഭിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റുമോ? കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം മാത്രമാണ് കിട്ടിയത്. അദ്ദേഹം ഇപ്പോഴും വിചാരണ നേരിടുന്ന ഒരു കേസിലെ പ്രതിയാണ്. അദ്ദേഹത്തിന് എങ്ങനെ നീതി ലഭിച്ചു എന്ന് പറയാൻ സാധിക്കും? കോടതിയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചൊരാവശ്യം, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ശരിയായില്ല എന്ന് പ്രഖ്യാപിക്കണമെന്നായിരുന്നു. അങ്ങനെ ചെയ്യാൻ കോടതി തയ്യാറായില്ല. അറസ്റ്റ് നിയമവിരുദ്ധമല്ല എന്ന് തന്നെ വിധി പറഞ്ഞ ഈ 2-അംഗ ബെഞ്ചിലെ ജസ്റ്റിസ് സൂര്യകാന്ത് വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കി. അപ്പോ
കെജ്രിവാൾ കോടതിയിൽ ആഗ്രഹിച്ചത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഒരു സ്ഥിരം ജാമ്യം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു എന്ന് പറയാനാവുന്നില്ല. ഇനി തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടി അദ്ദേഹം വരുന്നു എന്നിരിക്കട്ടെ, അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാത്രമേ ഇനി മുഖ്യമന്ത്രി കസേരയിലേക്ക് ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് കൊണ്ട് മാത്രം അദ്ദേഹത്തിനെതിരായിട്ടുള്ള അഴിമതി കേസുകളിൽ നിന്ന് വിമുക്തി നേടുമോ? അപ്പോഴും അദ്ദേഹം കോടതിയിൽ നിലവിലിരിക്കുന്ന, വിചാരണയിലിരിക്കുന്ന ഒരു അഴിമതി കേസിലെ പ്രതിയാണ്. അല്ലാതെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതുകൊണ്ട് ഒരു വ്യക്തി അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഏതെങ്കിലും കേസിൽ നിന്ന്, അത് അഴിമതി കേസാവട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ, അതിൽ നിന്നൊക്കെ വിമുക്തമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കോടതിയിൽ നിന്ന് നീതി ലഭിച്ചു എന്ന അദ്ദേഹത്തിന്റെ വാദം എത്രത്തോളം ശരിയാണ്, അതൊക്കെ ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ചർച്ചയാവാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ അദ്ദേഹത്തിന്റെ രാജി തീരുമാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അല്ലെ ചിന്തിക്കുമ്പോൾ അതിലേക്ക് അദ്ദേഹത്തെ നയിച്ച ചില ഘടകങ്ങളുണ്ട്, അത് മറക്കാൻ പറ്റില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, കെജ്രിവാളിന്റെ സർക്കാരിന് അല്ലെങ്കിൽ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാരിന് ഇനി 4-5 മാസങ്ങൾ മാത്രമാണ് കാലാവധി ഉള്ളത്. വ്യവസ്ഥ പ്രകാരം അടുത്ത ഫെബ്രുവരിയിൽ സർക്കാരിന്റെ കാലാവധി തീരുന്നു. ആ മാസം തന്നെ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ നവംബറിൽ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അക്കൂട്ടത്തിൽ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് മുഖ്യമന്ത്രി എന്ന നിലയിൽ കെജ്രിവാൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് അദ്ദേഹം രാജിവെക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ത്യജിക്കുന്നത് വെറും 4-5 മാസത്തേക്ക് മാത്രമാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അതനുസരിച്ച് പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ലഫ്റ്റനന്റ് ഗവർണർക്കാണ് കൂടുതൽ അധികാരം, മുഖ്യമന്ത്രിയേക്കാൾ അധികാരം. അവസാന തീരുമാനം ഗവർണറുടേതാണ്. ഇപ്പോൾ ഈ ആക്ടില് കേന്ദ്ര ഗവൺമെന്റ് ചില ഭേദഗതികൾ കൊണ്ടുവന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഭേദഗതിയിലൂടെ ഗവർണറുടെ അധികാരം വിപുലമായിരിക്കുക, കൂടുതൽ അധികാരങ്ങൾ ഗവർണർക്ക് നൽകിയിരിക്കുക. അപ്പൊ ഇനി അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയാണെങ്കിൽ ഈ 5 മാസത്തേക്ക് ഈ കൂടുതൽ അധികാരമുള്ള ഒരു ഗവർണറുടെ കീഴിൽ അദ്ദേഹവുമായി തർക്കം പറഞ്ഞ് ഇരിക്കേണ്ടി വരും പല പല കാര്യങ്ങളിലും. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് ജാമ്യത്തിന്റെ ചില ഉപാധികൾ, വ്യവസ്ഥകളാണ്. ED കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട ഉപാധികൾ കോടതി വെച്ചിരുന്നു. അതിലൊന്ന്, അദ്ദേഹം ഡൽഹി സെക്രട്ടേറിയറ്റിലേക്ക് കടക്കാനേ പാടില്ല, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഈ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി ആവശ്യമായ ഫയലുകളിൽ ഒഴികെ മറ്റൊരു രേഖയിലും അദ്ദേഹത്തിന് ഒപ്പുവയ്ക്കാൻ പാടില്ല, ഒപ്പുവയ്ക്കാൻ അദ്ദേഹത്തിന് അധികാരമില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് തുടരുകയാണെങ്കിൽ ഈ വ്യവസ്ഥകൾ അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. മുഖ്യമന്ത്രി ഇരിക്കുന്നിടമാണ് സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറയാൻ പറ്റും വാദത്തിനു വേണ്ടി. പക്ഷേ ഒരു മുഖ്യമന്ത്രിക്ക് ഫലപ്രദമായി പ്രവർത്തിക്കണമെങ്കിൽ എപ്പോഴും ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ചകൾ നടത്തേണ്ടി വരും, കോൺഫറൻസുകൾ കൂടേണ്ടി വരും. മന്ത്രിസഭയുടെ യോഗം വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് നടത്താം. പക്ഷെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ഈ കൂടിയാലോചന, അവലോകന യോഗങ്ങൾ ഒക്കെ എങ്ങനെ നടത്താൻ സാധിക്കും? അതുകൊണ്ട് ഈ ജാമ്യ നിബന്ധനകൾ അഥവാ ഉപാധികൾ തന്നെ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് മുഖ്യമന്ത്രിയായിട്ട് അല്ലെങ്കിൽ പൂർണ്ണ തോതിലുള്ള ഒരു മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിക്കാൻ കെജ്രിവാളിനെ അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ തുടരുന്നതിലും വലിയ അർത്ഥമില്ല. കോടതി ആ ഉപാധികൾ മാറ്റിയിട്ടില്ല. കെജ്രിവാളിന് ജാമ്യം കൊടുത്ത ഈ 2-അംഗ ബെഞ്ചിലെ ജസ്റ്റിസ് ഉജ്വൽ ഫുയാൽ എന്ന് പറയുന്ന ജഡ്ജി, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ ഉപാധികൾ അല്ലെങ്കിൽ നിബന്ധനകൾ അതിനോട് ഞാൻ യോജിക്കുന്നില്ല, പക്ഷേ അത് റദ്ദാക്കാൻ അദ്ദേഹം തയ്യാറായതുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയായി ഇരിക്കുന്നതിനേക്കാൾ ഭേദം രാജി ആണ് എന്ന് അരവിന്ദ് കെജ്രിവാൾ തീരുമാനിച്ചു. ആ അർത്ഥത്തിൽ അത് വളരെ ശരിയായ ഒരു നിശ്ചയവുമാണ്. അതുകൊണ്ട്
ഈ അധികാരമില്ലാത്ത അല്ലെങ്കിൽ വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു മുഖ്യമന്ത്രിയായി ഇരുന്നു കൊണ്ട് ആ കസേരയിൽ ഇരുന്നു കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനേക്കാൾ ലാഭം, രാഷ്ട്രീയമായി ലാഭം രാജിയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം ആ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഏത് രീതിയിലായിരിക്കണം പ്രവർത്തനമെന്ന് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, ഓരോ തെരുവുകളിലും ഓരോ വീടുകളിലും ഞാൻ എത്തും, ഞാൻ അവരുടെ മുമ്പിൽ ഒരു ചോദ്യം വയ്ക്കും, ഞാൻ കുറ്റവാളിയാണോ, ഞാൻ സത്യസന്ധനാണോ, അതിനെ ജനങ്ങൾ മറുപടി പറയട്ടെ. ഞാൻ സത്യസന്ധനാണെന്ന് തെളിഞ്ഞാൽ, അഥവാ അങ്ങനെ വിശ്വസിക്കുന്ന ജനങ്ങള് തനിക്കും തൻ്റെ പാർട്ടിക്കും അനുകൂലമായി വോട്ട് ചെയ്ത് ഭൂരിപക്ഷം നൽകിയാൽ അപ്പോഴാണ് ഞാൻ തിരികെ വരിക. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി ഏതാണ്ട് ഇതായിരിക്കും. അദ്ദേഹം ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതൊരു വളരെ നല്ല ആശയമാണ്. ഡൽഹി ഒരു ചെറിയ സംസ്ഥാനമാണ്. എല്ലായിടത്തും എത്തുന്നതിന് ഈ 3-4 മാസങ്ങൾ വാസ്തവത്തിൽ വളരെ കൂടുതലാണ്. അപ്പോ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് താനൊരു കുറ്റവാളിയല്ല, സത്യസന്ധനായ ഒരു വ്യക്തിയാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ കെജ്രിവാൾ നടത്തുക. അത് വളരെ കൃത്യമായി ശരിയായ ഒരു കാര്യം കൂടിയാണ്. അദ്ദേഹം ഇവിടെ ഒരു നല്ല ബുദ്ധി പ്രയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം സിസോദിയയെ കൂടെ ഈ കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ട്. അദ്ദേഹവും ഇത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പൊ ജാമ്യം കിട്ടി പുറത്തു നിൽക്കുക. പക്ഷേ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് തിരികെ പോകുന്നില്ല. അത് അദ്ദേഹത്തെ കൊണ്ട് പറയിച്ചു കഴിഞ്ഞു. അദ്ദേഹവും അല്ലെങ്കിൽ സിസോദിയയും കെജ്രിവാളിനെ പോലെ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അഥവാ അദ്ദേഹം മന്ത്രിയാവാൻ തീരുമാനിക്കുകയായിരുന്നുവെങ്കിൽ യാതൊരു സംശയവുമില്ല, പിൻഗാമിയാവാൻ അതിർഷിയേക്കാളൊക്കെ ഏറ്റവും യോഗ്യൻ അല്ലെങ്കിൽ സാധ്യത അദ്ദേഹത്തിന് തന്നെയാണ്. പക്ഷെ അന്നേരവും നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ജാർഖണ്ഡ് സംഭവമില്ലേ, ഹേമന്ത് സോറൻ പോയപ്പോൾ ചമ്പൈ സോറനെ മുഖ്യമന്ത്രിയാക്കിയ സംഭവം, അതുപോലെ സംഭവിക്കാതിരിക്കാൻ വളരെ ബുദ്ധിപൂർവം കെജ്രിവാള് കരുക്കൾ നീക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അങ്ങനെയാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് സിസോദിയയും മന്ത്രിസഭയിലേക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കെജ്രിവാളിനൊപ്പം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ധാർമ്മികതയുടെ അംശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിറം ഇതിനൊക്കെ നൽകാൻ കെജ്രിവാള് വളരെ കൃത്യമായിട്ട് ഓർത്തിട്ടുണ്ട്. കാരണം ഞാൻ ഇനി മുഖ്യമന്ത്രി ആവുന്നില്ല, എനിക്ക് അധികാരക്കൊതിയില്ലാത്ത ഒരു നേതാവാണ് ഞാൻ. ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നു, ജനങ്ങൾ പറയട്ടെ താങ്കൾ സംശുദ്ധിയുള്ള ഒരാളാണെന്ന്, എന്നിട്ട് മാത്രമേ ഞാൻ അധികാരത്തിലേക്ക് വരുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു പദവിയിലേക്ക് വരുന്നുള്ളൂ. ആ ഒരു ധാർമ്മികതയുടെ രഥമേറി ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലാനാണ് ഇപ്പോൾ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അതൊരു നല്ല തന്ത്രം തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുമല്ലോ. BJP അല്ലെങ്കിൽ കോൺഗ്രസ് ചില കാര്യങ്ങൾ ചോദിക്കുമല്ലോ. 6 മാസം അദ്ദേഹം ജയിലിലായിരുന്നു. സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ല, മന്ത്രിസഭാ യോഗങ്ങളിൽ അദ്ദേഹമില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ വളരെ വളരെ ഇഴഞ്ഞാണ് ഡൽഹിയിലെ ഭരണം മുന്നോട്ട് പോയിരുന്നത്. അപ്പോഴൊന്നും എന്തുകൊണ്ട് താങ്കൾ രാജിവെച്ചില്ല? അധികാരക്കൊതിയില്ലെങ്കിൽ താങ്കൾ രാജിവെക്കുമായിരുന്നില്ലേ എന്ന ചോദ്യമായിരിക്കും BJPയും കോൺഗ്രസും ഇനിയുള്ള ദിവസങ്ങളിൽ ഉയർത്താൻ പോകുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഉന്നം എന്ന് പറയുന്നത് കെജ്രിവാളിന്റെ ഈ നടപടിയിലെ ധാർമ്മികമായ അംശം വെറും തട്ടിപ്പാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും. ഇപ്പോൾ തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞു, ഇതൊരു PR വർക്കാണ്, ഇതൊരു തട്ടിപ്പാണ്, ഇതിൽ ധാർമ്മികതയുടെയോ അല്ലെങ്കിൽ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെയോ യാതൊരു അംശവുമില്ല എന്ന് അവർ ഇതിനകം തന്നെ ഒരു നിലപാട് എടുത്തു കഴിഞ്ഞു. പക്ഷെ എന്തായാലും കെജ്രിവാളിന്റെ ഈ തീരുമാനം നടപ്പാവുകയാണെങ്കിൽ 100% അദ്ദേഹത്തിന്റെ രാജി ഉണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ചിലരൊക്കെ അദ്ദേഹം എന്തുകൊണ്ട് ഈ 2 ദിവസം രാജി വൈകിപ്പിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നു. അതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല, ഒരു കാര്യവുമില്ല. കാരണം അതിനു മുമ്പ് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരണം, പുതിയ പിൻഗാമിയെ കണ്ടെത്തണം, പുതിയ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കണം. അതിന് സമയം വേണം. അതുകൊണ്ട് 2 ദിവസം എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് മാത്രമല്ല, ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, ഇന്ന് മിലാദി ഷെറീഫാണ്. അതുകൊണ്ട് ചൊവ്വാഴ്ചത്തേക്ക് രാജി നീണ്ടുപോകുന്നതിൽ എന്തെങ്കിലും ഒരു അപാകമുള്ളതായിട്ട് നമുക്ക്
കാണാൻ കഴിയുന്നില്ല. പക്ഷേ കെജ്രിവാളും സിസോദിയയും ചേർന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ധാരാളം ചോദ്യങ്ങൾക്ക് കോടതിയിൽ ഇപ്പോൾ നിലവിലുള്ള കേസിന്റെ വിശദാംശങ്ങളടക്കം ധാരാളം ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൃത്യമായ മറുപടി പറയേണ്ടി വരും. പറഞ്ഞല്ലോ, ഇനി 5 മാസം കൂടിയാൽ ഫെബ്രുവരിയിൽ എന്തായാലും തെരഞ്ഞെടുപ്പ് നടന്നേ സാധിക്കും. ഇത് അല്പം അപകടകരമായ ഒരു തീരുമാനമായിട്ടും നമ്മൾ കാണേണ്ടി വരും. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അന്ന് കെജ്രിവാള് ജാമ്യത്തിലിറങ്ങി പ്രചാരണ രംഗത്തുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം അന്ന് കേസിലെ പ്രതിയായിട്ടാണ് ജനങ്ങളെ സമീപിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ 7 സീറ്റും BJP ആണ് ജയിച്ചത്. അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഇന്ത്യ സഖ്യത്തിന് ഒരു മുൻതൂക്കം കിട്ടിയ തെരഞ്ഞെടുപ്പായിരുന്നു. പക്ഷെ ഡൽഹിയിൽ അത് സാധിച്ചില്ല. മുഴുവൻ സീറ്റുകളും BJP നേടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു റിസ്കി എലമെന്റ്, അപകട സാധ്യതയും ഉണ്ട് എന്ന് പറയേണ്ടി വരുന്നത്. പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ ഇപ്പോഴും അദ്ദേഹം ആ ആരോപണത്തിൽ നിന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള അഴിമതി കേസിൽ നിന്ന് വിമുക്തനായിട്ടില്ല. ജാമ്യം മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ജാമ്യം കിട്ടിയ ആളെ രാജിവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ രാജിയുടെ പേരിൽ മാത്രം കിട്ടുന്ന ആനുകൂല്യം ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഭൂരിപക്ഷം നേടി തിരിച്ചു വരാനാവുമോ എന്നുള്ളതും വളരെ സംശയാസ്പദമായ കാര്യമാണ്. പക്ഷേ അവസാനമായിട്ട് നമുക്ക് ഒരു കാര്യം പറയാം. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട്, ഈ അഴിമതി കേസിലെ പ്രതിസ്ഥാനത്ത് തുടർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനേക്കാൾ ലാഭകരം തനിക്ക് അധികാരമോഹമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജിവെച്ച് ഒരു സാധാരണ പ്രവർത്തകനായി, ആം ആദ്മി പാർട്ടിയുടെ സാധാരണ നേതാവായി ജനങ്ങളെ അഭിമുഖീകരിക്കുന്നതാണ് കൂടുതൽ ലാഭകരം. അക്കാര്യത്തിൽ സംശയമില്ല.